കഴിഞ്ഞ 8 വർഷത്തിനിപ്പുറം ദിലീപ് കുറ്റവിമുക്തനായി കോടതി അംഗീകരിച്ചു, അല്ലെങ്കിൽ കോടതി ഇന്ന് പ്രഖ്യാപിച്ചു ദിലീപ് കുറ്റവിമുക്തനാണെന്ന്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഇരയ്ക്ക് നീതി ലഭിച്ചോ ഇല്ലേ എന്നൊരു ചോദ്യമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ദിലീപ് കുറ്റവിമുക്തനാകുമ്പോൾ അവിടെ ഇരയ്ക്ക് നീതി ലഭിച്ചോ അതോ ഇരയ്ക്ക് നീതി ലഭിച്ചില്ലേ എന്ന ഒരു ചോദ്യത്തിലാണ് ഇന്ന് കേരള സമൂഹം നിൽക്കുന്നത്. ദിലീപ് 8ാം പ്രതിയാണ്. ആദ്യത്തെ പ്രതിപട്ടികയിൽ ദിലീപ് ഇല്ലായിരുന്നു. പിന്നീട് ഗൂഢാലോചനയുടെ പേരിലാണ് ദിലീപിനെ പ്രതിപട്ടികയിൽ 8ാം പ്രതിയായി ചേർക്കുന്നത്. അത് കഴിഞ്ഞപ്പോ ഈ കുറ്റത്തിൽ നേരിട്ട് പങ്കാളികളായ 6 പേരും കുറ്റവാളികളാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് എവിടെയാണ് അപ്പോ ഈ ഇരയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുന്നത്? അതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മളിപ്പോ ഇരയുടെ ഭാഗത്തോ ദിലീപിന്റെ ഭാഗത്തോ നിന്നല്ല, നമ്മൾ നിഷ്പക്ഷമായി അതിന്റെ ആ ഒരു ശരിതെറ്റുകളെ ഒന്ന് വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പലരും ചോദിക്കുന്നു ഇരയ്ക്ക് നീതി റിപ്പോർട്ടർ ചാനലിൽ വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നു ഇരയ്ക്ക് നീതി ലഭിച്ചില്ല. അപ്പൊ ഇവര് നീതി എന്നതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഉദ്ദേശിക്കുന്നത് ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്നാണോ? അപ്പൊ ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഇരയ്ക്ക് നീതി ലഭിക്കുകയുള്ളൂ. കുറ്റം ചെയ്തവരല്ലേ ശിക്ഷിക്കപ്പെടേണ്ടത്? അല്ലേ ചേച്ചി? അപ്പൊ ഒരു മറുവശം ഉണ്ടല്ലോ, ഈ പറയുന്ന പോലെ ഇരയ്ക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരനായാൽ മാത്രമാണോ ഇരയ്ക്ക് നീതി ലഭിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉള്ള അതേ സ്ഥാനത്ത് തന്നെ മറ്റാളുകൾ പറയുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഏത് ഓൺലൈൻ ലൈവ് പോകുന്ന എല്ലാ ചാനലിന്റെയും കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കോടതിയെ വിലക്കെടുത്ത് ദിലീപ് പണം നൽകിയാണ് ഇങ്ങനെ. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നാണ്. അപ്പൊ ഈ കേസിന്റെ തുടക്കം മുതൽ ആദ്യ കാലത്ത് മൊത്തത്തിൽ മലയാളികൾ ഒന്നാകെ തന്നെ ഈ നടിക്കൊപ്പമായിരുന്നു. അത് കഴിഞ്ഞിട്ടും നടിക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഒരു വിഭാഗം മലയാളികൾ, അത് ദിലീപ് ഫാൻസ് എന്നല്ല പറയേണ്ടത്, അവർ തിരികെ ചിന്തിക്കുകയാണ് ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് സ്ഥാപിക്കുമ്പോൾ പല തെളിവുകളും ദിലീപിന് അനുകൂലമായിട്ടുള്ള തെളിവുകളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോ ദിലീപിനെ പോലെ ഒരാളിനെ ഇപ്പൊ പോലീസ് 8ാം പ്രതിയായി പ്രതിപട്ടികയിൽ ചേർത്തു. അപ്പൊ ദിലീപ് യഥാർത്ഥത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നുവെങ്കിൽ എന്തായാലും ശരി, പൾസർ സുനി എന്ന് പറയുന്ന ഈ കൃത്യം ചെയ്ത ആ ക്രൂരനായ ആ പ്രതിക്ക് അയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടി വരില്ലേ? അയാൾക്ക് ധനസഹായം ചെയ്യേണ്ടി വരും. ഏതെങ്കിലും രീതിയിൽ ദിലീപ് അയാളുമായി കണക്റ്റഡ് ആവും. അത് തെളിയിക്കാൻ നമ്മുടെ കേരള പോലീസിന്, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രോസിക്യൂഷനും കേരള പോലീസും എല്ലാം ദിലീപിനെ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരുന്ന ഈ 8 വർഷക്കാലത്തിനിടയ്ക്ക് അവർക്ക് ഒരു തെളിവ് പോലും കിട്ടില്ലേ? സാമാന്യ ബുദ്ധിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ദിലീപിനെതിരെ ഒരു തെളിവ് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയില്ല. ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇവർക്ക് കഴിയില്ല. കോടതി ദിലീപിനെ കുറ്റമുക്തനാക്കി. അതെ, കാരണം ഇപ്പോ ഈ വളരെ നാളുകൾക്ക് ശേഷം ഈ പ്രതിക്ക് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പൾസർ സുനി ഈ വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആഡംബര വാഹനങ്ങളിൽ വളരെ ഹിന്ദി സിനിമാ നടന്മാർ തോറ്റുപോകുന്ന കോസ്റ്റ്യൂമിൽ വരുന്നുണ്ടായിരുന്നു, ഇല്ലേ? അപ്പോ ഇതെല്ലാം ആരാ സ്പോൺസർ ചെയ്തത്? പൾസർ സുനിക്ക് വേണ്ടി വാദിക്കാൻ ആ നിയമ നടപടികൾക്കുള്ള ചെലവ് വഹിച്ചത് ആരാണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദിലീപ് ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു എങ്കിൽ ഇത്രയും ശക്തരായ ഈ പ്രോസിക്യൂഷനും പോലീസിനും ഉറപ്പായിട്ടും ദിലീപിനെതിരെയുള്ള ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ കാരണം ദിലീപിനെതിരെ മാധ്യമങ്ങൾ, റിപ്പോർട്ടർ TV അതിൽ മുൻനിരയിൽ നിന്നത്. പല മാധ്യമങ്ങളുണ്ട്. കാരണം അതൊരു സാമൂഹ്യ നിലപാടാണ്. ഇരയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളായാലും ശരി, ദിലീപ് കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളും ഇരയ്ക്കൊപ്പം തന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ദിലീപിനെതിരെയുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ ഇവിടുത്തെ ശക്തരായ പോലീസിനും പ്രോസിക്യൂഷനും മാധ്യമ അന്വേഷകർക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ദിലീപ് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടാകും, ദിലീപിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പൊ കോടതിയെ വിലക്കെടുത്തുന്നു എന്നൊക്കെ പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിൽ വന്നത്. പണത്തിന് മേലിൽ ഇപ്പൊ കോടതി പോലും ഇല്ല എന്നാണ് ചേച്ചി ഇപ്പൊ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ഒരു സാധനം ഇതാണ്. അത് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു കാര്യം നടന്നില്ല നമുക്കിത് പറയാം. ഇപ്പൊ പോലീസ് നടപടി എടുത്തില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ നമുക്കും പറയാം പോലീസിനെ പൈസ കൊടുത്ത് സ്വാധീനിച്ചു എന്ന് പറയാം. അങ്ങനെ പറയുമ്പോ പോലും ഇനി ഇര എന്ത് പറയുന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇര ഈ വിധിയിൽ സംതൃപ്തയാണോ അതോ ഇനി ലീഗലി മുന്നോട്ട്? അത് അപ്പീലിന് പോകാൻ സാധ്യതയുണ്ട്, അത് പോയിക്കോട്ടെ. പക്ഷെ അങ്ങനെ പോയാലും ഇത് തെളിയിക്കാൻ അവിടെ കഴിയണം. ഞാൻ ചോദിക്കുന്ന ഈ നിസാര ഒരു ചോദ്യമേ ഉള്ളൂ. ഈ 8 വർഷത്തിനിടയ്ക്ക് ഇപ്പൊ ദിലീപിനേക്കാൾ സ്വാധീനം ഇവിടുത്തെ പോലീസ് സേനയ്ക്കും ഇവിടെ പ്രോസിക്യൂഷനും ഇവിടുത്തെ ഉന്നതരായ മാധ്യമങ്ങൾക്കുമൊക്കെ ഉണ്ടാവാം.
ഇല്ലേ? അതിനേക്കാളും വലിയ ഉന്നതനൊന്നും അല്ല ദിലീപ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണക്കാരനായി വന്ന് തന്റെ കഴിവിലൂടെ ഒരു 20 വർഷത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയ ജീവിതത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത ഒരു സ്ഥാനമാണ്. അത് വെച്ചിട്ട് എന്തായാലും പോലീസിനെയും കോടതിയൊന്നും വിലക്കെടുക്കാനൊന്നും അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹത്തിന് നല്ലൊരു വക്കീലിനെ വിലക്കെടുക്കാൻ കഴിയും. അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാഗം വാദിക്കാനാണ്. അപ്പുറത്തെ സൈഡ് ഈ കേരളം മുഴുവൻ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും മാധ്യമങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ എല്ലാവരും ഇരയ്ക്കൊപ്പമായിരുന്നു. അപ്പൊ ഇതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ദിലീപിന് ആ തെളിവുകളൊന്നും നശിപ്പിച്ചു കളയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ ഈ 6 പ്രതികൾക്കും, അതായത് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ 6 പേർക്കും കൃത്യമായ ശിക്ഷ, മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അപ്പോ ആ ഒരു സ്ഥിതിക്ക് ദിലീപിന്റെ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതും നമ്മൾ വിശ്വസിക്കുകയല്ലേ അപ്പൊ ചെയ്യേണ്ടത്? ഇനി മറുവശത്ത് മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പൊ ഇരയ്ക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിക്കുന്നത് പോലെ ദിലീപിനെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ നിലവിലെ കോടതി വിധി അനുസരിച്ച് ദിലീപിനെ അനാവശ്യമായി വേട്ടയാടുകയല്ലേ ചെയ്തത്? ദിലീപ് അനുഭവിച്ച ഈ കഴിഞ്ഞ 8 വർഷം അയാളുടെ കരിയറിൽ അയാൾ നല്ലൊരു പീക്ക് പോയിന്റിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നതും. അവരുടെ കരിയർ ഗ്രാഫ് വളരെ പിന്നെ അദ്ദേഹം എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടും ആൾക്കാർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം മലയാളികളുടെ മനസ്സ് അങ്ങനെയാണ്. അത് അങ്ങനെയാണല്ലോ സ്വാഭാവികമായി. അയാൾ കുറ്റവാളിയാണ് എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ അയാളെ തിരസ്കരിക്കുക എന്നുള്ളത് ഒരു മലയാളികളുടെ ഒരു ബോധ്യത്തിൽ നിന്നുള്ളതാണ്. ഇരയോടൊപ്പം നിന്ന മലയാളികൾ അല്ലേ ചേച്ചി? ഇനിയിപ്പോ ഇങ്ങനെ ഒരു വിധി വന്നാൽ പോലും അത് വളരെ പെട്ടെന്ന് പൊതുജനം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, കുറച്ച് സമയമെടുക്കും. അപ്പൊ ഇയാൾക്ക് നഷ്ടപ്പെട്ട അയാളുടെ കരിയർ, പിന്നെ അയാൾ ജയിലിൽ കിടന്ന ദിവസങ്ങൾ, പിന്നെ ഈ കഴിഞ്ഞ കാലം അത്രയും അയാൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സോഷ്യൽ മീഡിയയിലുള്ള ബുള്ളിങ്, അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ അറ്റാക്ക് അല്ല അയാൾ നേരിട്ടത്. എനിക്ക് തോന്നുന്നു എന്താണ് അനുഭവിച്ച അപമാനങ്ങളെക്കാൾ കൂടുതൽ ഭയാനകം ഈ പറയുന്ന സോഷ്യൽ മീഡിയ അറ്റാക്ക്. ഇപ്പൊ ദിലീപിന്റെ ഒരു സിനിമ റിലീസായപ്പോൾ 3-4 സിനിമ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ സംഭവത്തിന് ശേഷം. ആ സിനിമ കാണാൻ പോകുന്നവർ പോലും ഈ ഒരു അറ്റാക്ക് നേരിട്ടു എന്നതാണ്. കാരണം പലരും പറയുന്നു അയാൾ അഭിനയിച്ച സിനിമ ഞാൻ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ പറയുന്നവർ തന്നെ ആ സിനിമ കാണാൻ ഒരാൾ പോയാൽ അവരും വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ആര് സമാധാനം പറയും? ശരിക്കും ഈ പറഞ്ഞ ഈ കോടതി വിധി അനുസരിച്ച് ദിലീപ് ആ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടില്ലായിരുന്നു എങ്കിൽ, അതാണ് സത്യമെങ്കിൽ, അയാൾക്കല്ലേ യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ടിയിരുന്നത്. അപ്പൊ അയാൾക്ക് നീതി കിട്ടിയതിനെ കുറിച്ച് ആരും എന്താ ചർച്ച ചെയ്യാത്തത്? ഇപ്പൊ സത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പുറപ്പെടുവിക്കുന്നത്. ഇത്രയും ശക്തമായി ഇരയോടൊപ്പം ആൾക്കാർ നിൽക്കുമ്പോൾ, അധികാര ആ മേഖല തന്നെ ഇരയോടൊപ്പം നിൽക്കുമ്പോൾ എന്ത് പറഞ്ഞാലും ശരി, ഈ നീതിന്യായ വ്യവസ്ഥയൊന്നും ദിലീപിന് വിലക്കെടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതില്ല. കാരണം എനിക്കിപ്പോഴും ആ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. അപ്പോ ദിലീപിനെതിരെ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും എല്ലാം അത് ഉപയോഗിച്ച് ശക്തമായി ദിലീപിനെ അഴിക്കുള്ളിലാക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താണ്, ഇര അപ്പീലുമായി പോകുകയും ഇനി കോടതി വിധി വരുമ്പോൾ, ഇനി മറ്റൊരു കോടതിയിൽ അപ്പീലുമായി പോകുമ്പോൾ വരുന്ന വിധി ദിലീപിന് എതിരാണെങ്കിൽ ദിലീപ് കോടതി വിലക്കെടുത്തു എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെ ഒരു വിധി വന്നാൽ. എന്നാലും വിലക്കെടുത്തു എന്നല്ല പറയുന്നത്. കോടതി വിധി എങ്ങനെയാണ് വരുന്നത്? അവിടെ സമർപ്പിക്കുന്ന, ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ജഡ്ജി ഒരു കുറ്റകൃത്യം സ്വന്തം കണ്ണിൽ കണ്ടാൽ പോലും ആ കേസ് വിചാരണ ചെയ്യുമ്പോൾ അവിടെ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അദ്ദേഹത്തിന് വിധി പ്രസ്താവന നടത്താൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ദിലീപിനെതിരെ നിലവിൽ ഇപ്പോൾ അയാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കാൻ തക്ക തെളിവുകളൊന്നും ആ ന്യായാധിപന് മുന്നിലില്ല. അതിന്റെ അർത്ഥം ദിലീപ് വിലക്കെടുത്തു എന്നല്ല. അപ്പുറം ഇരയുടെ ഭാഗത്ത് നിന്നുള്ളവർക്ക് ദിലീപിനെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കാമായിരുന്നില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നുവെങ്കിൽ. ഇപ്പൊ പറയുന്നത് പോലെ പല കഥകളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് പിന്നിൽ ഇപ്പൊ ദിലീപ് ഗൂഢാലോചനയിൽ പങ്കാളി അല്ല എങ്കിൽ മറ്റാരാണ്? എന്തായാലും ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതാരാണ് എന്നുകൂടി കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ദിലീപിന് എങ്ങനെയാണ് നീതി ലഭിക്കുന്നത്? ഇപ്പൊ ഈ ഒരു വിധി പ്രസ്താവം വെച്ച് നോക്കുമ്പോൾ ദിലീപും ഇരയായി മാറുകയാണ്, ഇല്ലേ? വേട്ടക്കാരൻ ഇരയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ചേച്ചി പറഞ്ഞ പോലെ ഇനിയിപ്പോ ഇരയ്ക്കും ദിലീപിനും പൂർണ്ണമായി നീതി ലഭിക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇപ്പൊ ദിലീപ് അല്ലാതെ, അല്ലെങ്കിൽ ഈ കേസ് എന്താണെന്ന് വ്യക്തമായി തെളിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഇരയ്ക്കും ദിലീപിനും പൂർണ്ണമായി നീതി ലഭിച്ചു എന്ന് പറയാൻ കഴിയും. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്ത, ഇരയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുന്നിടത്ത് എവിടെയാണ് ഒരു ന്യായം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവർ നീതിന്യായ വ്യവസ്ഥയെക്കാളും ഉയരത്തിലാണോ ഈ മാധ്യമങ്ങൾ?
അപ്പോ ആ കോടതി വിധിയെ അതെന്താണ്? ചോദ്യം ചെയ്യുകയാണ്. ആ മാധ്യമം, ഏത് മാധ്യമമാണോ ഇരയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുന്നത്, അവരാഗ്രഹിച്ച നീതി ഇരയ്ക്ക് ലഭിച്ചില്ല എന്നായിരിക്കണം. അതെ, അവരാരാ ഈ നീതി ആഗ്രഹിക്കാൻ? ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണോ ഇവിടെ നീതിന്യായ വ്യവസ്ഥ പ്രവർത്തിക്കേണ്ടത്? അപ്പൊ ഇവരാണോ ഈ നീതിന്യായ വ്യവസ്ഥ വിലക്കെടുക്കാൻ നിൽക്കുന്നത്? അപ്പോ ഈ വന്ന വിധി പ്രസ്താവം അനുസരിച്ചാണെങ്കിൽ ദിലീപും ഈ കേസിൽ ഇരയാണ്. അപ്പൊ ആ ഇരയ്ക്കും നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.